വിറ്റു. ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ടിപ്പു ഉപയോഗിച്ച തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളാണ് ലണ്ടനിലെ ബോൺഹാംസ് ഓക്സൺ ഹൗസിൽ 317,900 പൗണ്ടിന്, അതായത് 3.4 കോടി രൂപ ലേലത്തിൽ വിറ്റത് എന്ന് പറയുന്നു. അപ്പോ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയെ കൊള്ളടിച്ചു, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിച്ചിട്ടാണ് പോയത് എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിവില്ലായിരുന്നു. ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു ചരിത്രം തന്നെയാണ് ഇപ്പോൾ വെളിച്ചത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ടിപ്പുവിന്റെ വാൾ ആദ്യകാലമൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ബാംഗ്ലൂർ കലാശപാളയം എന്ന് പറയുന്ന നഗരത്തിൽ, അവിടെ ടിപ്പുവിന്റെ ആ ഒരു കോട്ടയിൽ ടിപ്പുവിന്റെ വാൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശനത്തിന് വെച്ചിരുന്ന ആ ഒരു വാൾ ഇന്നും കലാശപാളയം ആ ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ മറന്നു, അവിടെ ടിപ്പുവിന്റെ ആ ഒരു കോട്ടയും ഒക്കെ കാണാം. ആ കോട്ടയുടെ അടുത്ത് തന്നെയാണ് ടിപ്പു സുൽത്താൻ പാലസ്. ആ പാലസിൽ വിസിറ്റേഴ്സ് പോകുന്ന ആ ഒരു പാലസ് തന്നെയാണ്. അതിന്റെ ആ ഒരു അന്തപുരിയിലൊക്കെ ഞാൻ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പോയ സ്ഥലം തന്നെയാണ്. അപ്പോ അവിടെ ടിപ്പുവിന്റെ വാളാണ്, അതുപോലെ തന്നെ കുന്തമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രദർശനത്തിന് വെച്ചിട്ടുള്ള ആ ഒരു വാളൊക്കെ നമ്മൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പുവിന്റെ കയ്യിലുള്ള ആ ഒരു ഫോട്ടോയിൽ കാണുന്ന വാളല്ല ഈ പറയുന്ന ബാംഗ്ലൂർ നഗരത്തിൽ കലാശപാളയം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ടിപ്പുവിന്റെ പാലസിൽ ഉള്ള വാൾ എന്ന് വളരെ വ്യക്തം തന്നെയാണ്. അപ്പോ അന്ന് എന്റെ കൂട്ടുകാരായിട്ടുള്ള എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ വളരെ വ്യക്തമായി, നമുക്കിതിനെ കുറിച്ച് അറിയില്ലെങ്കിലും ആ ടിപ്പുവിന്റെ ഫോട്ടോയിൽ കാണുന്ന ടിപ്പുവിന്റെ വാൾ ഇതല്ല എന്ന് തന്നെ തർക്കിച്ച് പറഞ്ഞ ഒരു സംഭവം എന്റെ കൂട്ടുകാരുടെ ഇടയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോ ഇപ്പോൾ അത് സത്യസന്ധമായി വന്നിരിക്കുന്നു. ടിപ്പുവിന്റെ വാൾ ലേലത്തിൽ ലണ്ടനിൽ വിറ്റത് ബോൺഹാംസ് ഓക്സൺ ഹൗസിലാണ് 317,900 പൗണ്ടിന്, അതായത് 3.4 കോടി രൂപയ്ക്കാണ് ലേലത്തിൽ വിറ്റത് എന്ന് പറയുന്നു. അപ്പൊ സുൽത്താന്റെ അന്ത്യം സംഭവിച്ച 1799 യുദ്ധത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന വാളാണിതെന്നും പറയുന്നു. അതല്ലാതെ മറ്റൊരു വാളും ടിപ്പുവിന്റെ കയ്യിലില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോ ഈ ഒരു വാൾ അതിന്റെ ഡിക്ക് കുടുംബം, ആ ഒരു ഡിക്ക് കുടുംബത്തിന്റെ ഉടമസ്ഥയിലായിരുന്നു ആ വാൾ എന്നാണ് പറയുന്നത്. ആൻഡ്രൂ ഡിക്ക് 75ാമത് ഹൈലാൻഡ് റെജിമെന്റ് ഓഫ് ഫൂട്ടിൽ സെരിംഗപ്പട്ടത്ത് ലഫ്റ്റനന്റായി സേവനമനുഷ്ഠിച്ചു. റെജിമെന്റിലെ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. മതിലുകൾ തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നഗരത്തിൽ പ്രവേശിച്ച ബ്രിട്ടീഷ് സേനകളിൽ ആദ്യത്തേതിൽ ലഫ്റ്റനന്റ് ഡിക്കും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. യുദ്ധാനന്തരം ടിപ്പുവിന്റെ മൃതദേഹം തിരയുന്നതിൽ അദ്ദേഹം റെജിമെന്റാണ് സഹായിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ പീറ്റർ ചെറിയുടെ വെള്ളി മെഡൽ 23.040 പൗണ്ടിന്, അതായത് 24 ലക്ഷം രൂപയ്ക്കും വിറ്റു. 1800 ഏപ്രിൽ 6 ബംഗാൾ ഗവൺമെന്റിന്റെ പേർഷ്യൻ പരിഭാഷകനായ NB എഡ്മൺസ്റ്റോൺ ഒപ്പിട്ട ടിപ്പു സുൽത്താനും കർണാടകത്തിലെ നവാബുമാരും തമ്മിലുള്ള രഹസ്യ സഖ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് 35.840 പൗണ്ടിന്, അതായത് 38.6 ലക്ഷം രൂപയ്ക്കും ആ ഒരു രഹസ്യ റിപ്പോർട്ടും വിറ്റു എന്ന് പറയും. അപ്പോ ചരിത്രം ഇങ്ങനെയൊക്കെ പല രൂപത്തിലും വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ ടിപ്പുവിന്റെ ആ ഒരു വാളിന്റെ അന്വേഷണവുമായാണ് നമ്മളും അതിന്റെ പിന്നിൽ പോയത്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനാണ് ആ ഒരു വിഷയം, എനിക്ക് അത് സത്യമാണെന്ന് എനിക്കും തോന്നിയത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ അന്നും എൻ്റെ ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു ടിപ്പുവിന്റെ വാൾ എവിടെയെന്ന്. അപ്പോൾ ഇസ്ലാമിക ചരിത്രം വെച്ച് പറയുകയാണെങ്കിൽ അലിയാർ തങ്ങളുടെ വാൾ അത് ആകാശത്തിനും ഭൂമിക്കും ഇടയിലാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോ ആലിക്ക് ഭൂമിയുമില്ല, ഭൂമിക്ക് ആലിയുമില്ല എന്നാണ് പണ്ടുകാല ആ ഒരു മുസ്ലിം ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോ അന്ന് അലിയാർ തങ്ങളുടെ വാൾ, ആ വാൾ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോ ഇന്ത്യയിൽ നിന്നും നഷ്ടപ്പെട്ട ഈ ഒരു വാൾ 3.4 കോടി രൂപയ്ക്ക് വിറ്റു എന്നറിഞ്ഞപ്പോൾ
നമുക്കൊക്കെ അപ്പോ അതുക്കും മേലെ പല സംഭവങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, നമ്മുടെ രാജ്യത്ത് നിന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കട്ടുകൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാം അതിനെ. കാരണം ഈ രാജ്യത്തിന്റെ ആ ഒരു അന്തസ്സിനെ തകർക്കുക തന്നെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ചെയ്തതൊക്കെ. അപ്പോൾ ബ്രിട്ടീഷുകാരോട് പടപൊരുതി ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച ആ ഒരു ടിപ്പു സുൽത്താന്റെ ചരിത്രം ചില ആളുകൾക്ക് വളരെ കൃത്യത ഇല്ലെങ്കിലും വളരെ വ്യക്തമാണ് എന്നുള്ളത് സത്യമാണ്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ചെറിയ മോൻ എന്നോട് പറയുകയുണ്ടായി, ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യക്ക് വേണ്ടി ടിപ്പു സുൽത്താന്റെ ആ ഒരു ചരിത്ര ആ ഒരു വിശേഷങ്ങൾ ചെറിയ മോൻ വണ്ടിയിലിരുന്ന് ആ ഒരു കഥകളൊക്കെ പറയുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഇന്നത്തെ കുട്ടികൾ പണ്ട് കാലങ്ങളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുകളെ കുറിച്ച് തേടാറില്ല. എങ്കിലും ഞാൻ അത് ഒരു അഭിമാനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോ ടിപ്പു സുൽത്താന്റെ ആ ഒരു അധിനിവേശം കേരളത്തിൽ വന്നത് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചരിത്ര സംഭവങ്ങൾ വേറിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകളും പല രൂപത്തിലുമാണ് ടിപ്പു സുൽത്താനെ കുറിച്ച് ചരിത്രം എഴുതിയിട്ടുള്ളത്. പക്ഷെ ആ ചരിത്രത്തിലെങ്ങും ഈ പറയുന്ന വാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ആ മുൻകാലങ്ങളിലുള്ള രാജാക്കന്മാർ ഇരുന്നിരുന്ന ആ ഒരു രാജകൊട്ടാരവും അതുപോലെ തന്നെ അവർ പടുത്തു ഉയർത്തിയതായിട്ടുള്ള പല കാണാൻ ഭംഗിയുള്ളതായിട്ടുള്ള സംഭവങ്ങളും കാണാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനും ഉണ്ടാകില്ല. അപ്പോ നമ്മൾ ഇവിടുന്ന് ഇന്ത്യ ഒന്ന് ചുറ്റിക്കറങ്ങണം, നമുക്ക് ചെങ്കോട്ട കാണണം, അതുപോലെ തന്നെ താജ്മഹൽ കാണണം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ ഈ ടിപ്പു സുൽത്താന്റെ കോട്ട എന്ന് ഇഷ്ടപ്പെടുന്ന ആ മൈസൂർ കോട്ട കാണാൻ വേണ്ടി പോയ വ്യക്തികൾ പല ആളുകളും ചോദിക്കുകയുണ്ടായി, ടിപ്പു സുൽത്താന്റെ കോട്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ടിപ്പുവിൻ്റെതായിട്ടുള്ള ഒരു അടയാളം പോലും ആ കോട്ടയ്ക്ക് ഉള്ളിൽ ഇല്ല. ആ കോട്ടയുടെ ഉള്ളിൽ ഹിന്ദുമതസ്ഥരുടെ ദൈവങ്ങളെയാണ് അവിടെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത്. അപ്പോ ആ ഹിന്ദു വിശ്വാസികളുടേതായിട്ടുള്ള ദൈവങ്ങളെ അവിടെ ഒരു ജനങ്ങൾക്ക് കാണാൻ വിധത്തിൽ തന്നെയാണ് പല ഏരിയകളിലായിട്ട് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ പേരൊന്നും ഇപ്പൊ നമുക്കറിയില്ല, എങ്കിലും അത് ചില ഭാഗങ്ങളിൽ കണ്ടതുകൊണ്ട് അത് അവരുടേതായിട്ടുള്ള ആ മതവിശ്വാസത്തിലെ ദൈവങ്ങളാണ് എന്ന് കൃത്യമാണ്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ വന്ന അവരോടൊക്കെ ഞാൻ ചോദിച്ചു, ഇതിൽ ടിപ്പു സുൽത്താന്റെ കോട്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ടിപ്പുവിന്റെ ഒരു ഫോട്ടോ പോലും ഈ കോട്ടയ്ക്കുള്ളിൽ കണ്ടില്ലല്ലോ. ടിപ്പുവിന്റെ കോട്ട എന്ന് പറയുമ്പോൾ ഒരുപാട് പീരങ്കിയും അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവിടെ ടിപ്പുവിൻ്റെതായിട്ടുള്ള ഒരു അടയാളം പോലും ഈ പറയുന്ന മൈസൂർ കോട്ടയുടെ ഉള്ളിൽ ഇല്ല എന്ന് തന്നെയാണ്. ഞാൻ ലൈവിൽ വന്നു കഴിഞ്ഞാൽ 2-3 ഒരു ന്യൂസുകളൊക്കെ എടുത്തിട്ടാണ് പറയാറ്. കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ബോധവാന്മാരാകണം എന്ന് തന്നെയാണ് എൻ്റെ ആ ഒരു ചെറുപ്പകാലത്തിൽ ഒക്കെ ഉള്ള ആ ഒരു ചിന്താഗതിയും അത് തന്നെയാണ്. എല്ലാ വിഷയങ്ങളെ കുറിച്ചും നമ്മൾ അറിയണം. കാരണം എനിക്ക് ഇങ്ങനെ ഈ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന സംഭവങ്ങളാണെങ്കിലും അത് അറിയണം എന്ന് പഠിപ്പിച്ചത് എൻ്റെ ഉപ്പ തന്നെയാണ്. കാരണം എൻ്റെ ഉപ്പാക്ക് ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. അപ്പൊ അക്കാലങ്ങളിൽ ഈ ന്യൂസുകൾ അറിയാൻ യാതൊരു രക്ഷയുമില്ല. അപ്പോ ഈ പനാസോണിക്കിന്റെ പണ്ട് കാലം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റേഡിയോ ഉണ്ടായിരുന്നു ഉപ്പാടെ കടയിൽ. അപ്പൊ അത് ഭയങ്കര ശബ്ദത്തിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ വോട്ടെണ്ണൽ കേൾക്കാൻ വേണ്ടി ഉപ്പയുടെ ഈ കടയുടെ മുൻവശത്ത് തടിച്ചുകൂടിയ ജനങ്ങളെയൊക്കെ ഇന്നും എൻ്റെ കണ്ണിൽ ഒരു സിനിമ കണ്ട പോലെ ഇന്നും നിഴലിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ കാലഘട്ടം മുതൽ പല സംഭവങ്ങളെ കുറിച്ചും പിന്നീട് ഈ ന്യൂസുകളിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് നമുക്ക് അറിയാത്തതായിട്ടുള്ള വിഷയങ്ങൾ
അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു ചെറുപ്പകാല സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ പറയാറുണ്ടായിരുന്നു, ചൊറിച്ചേമ്പാണ് ഞാൻ എന്ന്. കാരണം ഏതൊരു